വിഭാഗീയ നീക്കങ്ങളാൽ അടിമുടിയുലഞ്ഞ് CPM സമ്മേളനങ്ങൾ. മുതിർന്ന നേതാവ് ജി സുധാകരനെ സ്വന്തം തട്ടകത്തിലും ക്ഷണമില്ല. അപ്രഖ്യാപിത വിലക്കിനെതിരെ അണികളിൽ പ്രതിഷേധം. ഒട്ടനവധി വിവാദ പരാമർശങ്ങളിലൂടെ CPM നേതൃത്വത്തിന് തലവേദനകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന മുതിർന്ന CPM നേതാവ് ജി സുധാകരനെ വെട്ടിയൊതുക്കാൻ ആസൂത്രിത നീക്കം. മുൻമന്ത്രിയും തലമുതിർന്ന നേതാവുമായിരുന്നിട്ടും അദ്ദേഹത്തെ പാർട്ടി സമ്മേളന വേദിയിൽ നിന്നും അകറ്റി നിർത്താൻ ഔദ്യോഗിക നേതൃത്വം നടത്തിയ കളികൾ പാർട്ടി പ്രവർത്തകരെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. ജി സുധാകരന്റെ വീടിനടുത്താണ് ഏരിയ സമ്മേളന വേദി. സമ്മേളനത്തിന്റെ സംഘാടന സമിതി യോഗത്തിലേക്ക് പോലും സുധാകരനെ ക്ഷണിച്ചിരുന്നില്ല. ജില്ലാ കമ്മിറ്റി ക്ഷണിതാവായതിനാൽ ഉദ്ഘാടന യോഗത്തിലേക്കും ക്ഷണിക്കേണ്ടതാണ്. എന്നാൽ അതും ഉണ്ടായില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളെ നിശിതമായി വിമർശിച്ചതിനുള്ള പ്രതികാര നടപടിയായാണ് ഈ വിധത്തിൽ അവഗണിച്ചതെന്ന ആരോപണമാണ് ശക്തമായി ഉയർന്നിരിക്കുന്നത്. ഉദ്ഘാടന വേദിയിൽ സുധാകരൻ മറ്റേതെങ്കിലും വിവാദ പരാമർശങ്ങൾ നടത്തുകയും മാധ്യമങ്ങൾ അത് ഏറ്റെടുക്കുകയും ചെയ്താൽ പാർട്ടിക്കത് തിരിച്ചടിയാകുമെന്ന് മുൻകൂട്ടി കണ്ടാണ് സുധാകരനെ യോഗത്തിലേക്ക് ക്ഷണിക്കാതിരുന്നതെന്നാണ് വ്യക്തമാകുന്ന വിവരങ്ങൾ. CPMലെ നേതൃനിലപാടുകൾക്കെതിരെയും നേതാക്കൾക്കെതിരെയും ജി സുധാകരൻ നടത്തിയ തുറന്നു പറച്ചിലുകൾ വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. CPMലെ യുവ നേതാവായിരുന്ന TJ ആഞ്ചലോസിനെ പാർട്ടി നേതൃത്വം പുറത്താക്കിയതിന് പിന്നിലെ ഗൂഢാലോചനകൾ പുറം ലോകത്ത് വലിയ ചർച്ചയായി മാറിയത് ആ വിഷയത്തിൽ ജി സുധാകരൻ ഇടപെട്ടതിന് ശേഷമാണ്. കള്ള റിപ്പോർട്ടുണ്ടാക്കിയാണ് CPM നേതാക്കൾ ആസൂത്രിതമായി ആഞ്ചലോസിനെ പുറത്താക്കിയതെന്ന് ജി സുധാകരൻ തുറന്നടിച്ചപ്പോൾ CPM നേതൃനിരയിലെ പലർക്കും അത് കനത്ത ആഘാതമായി മാറി. 1996 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി CS സുജാതയെ തോൽപ്പിക്കാൻ ആഞ്ചലോസ് ശ്രമിച്ചു എന്ന ആരോപണമുയർത്തിയാണ് ആഞ്ചലോസിനെ പുറത്താക്കാൻ CPM തീരുമാനിച്ചത്. എന്നാൽ താനടക്കമുള്ള നേതാക്കളെ അറിയിക്കാതെ വ്യാജ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ആഞ്ചലോസിനെ കുറ്റക്കാരനാക്കിയതെന്ന തുറന്നു പറച്ചിലാണ് ജി സുധാകരൻ നടത്തിയത്. 1998 CPM പുറത്താക്കിയ ആഞ്ചലോസ് CPIയിൽ ചേരുകയും ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയുമാണ്. പാർട്ടിക്കുള്ളിലെ പ്രായപരിധി നിബന്ധനകൾക്കെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് സുധാകരൻ ഉയർത്തിയിരുന്നത്. മികച്ച ആരോഗ്യവകുപ്പ് മന്ത്രിയായി കേൾവി കേട്ട ശൈലജ ടീച്ചറെ ടീച്ചറമ്മ എന്ന് ചിലർ വിശേഷിപ്പിച്ചതിനെതിരെ ജി സുധാകരൻ രംഗത്ത് വന്നത് വിവാദമായിരുന്നു. UDF കേന്ദ്രങ്ങൾ അത്യധികം ആഘോഷമായാണ് സുധാകരന്റെ പരാമർശങ്ങളെ അന്ന് ഉയർത്തി കാണിച്ചത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ ശൈലജ ടീച്ചർക്കെതിരായ ആയുധമായി പോലും സുധാകരന്റെ പരാമർശങ്ങൾ UDF കേന്ദ്രങ്ങൾ ഉപയോഗിച്ചിരുന്നു. പാർട്ടിക്കുള്ളിൽ ആഭ്യന്തര ചർച്ചകൾക്കായി ഉയർത്തേണ്ടുന്ന വാദഗതികൾ പരസ്യമായി ഉന്നയിക്കുകയും എതിർചേരികൾക്ക് ആയുധം നൽകുകയും ചെയ്യുന്ന ജി സുധാകരന്റെ നിലപാടുകൾക്കെതിരെ പലകുറി പാർട്ടിക്കുള്ളിൽ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുമുണ്ട്. മന്ത്രിസ്ഥാനത്ത് നിന്ന് പ്രമുഖരായവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒതുക്കി മാറ്റിയപ്പോൾ സ്ഥാനഭ്രഷ്ടരാക്കപ്പെട്ടവരിൽ മുൻനിരയിലായിരുന്നു ജി സുധാകരന്റെ സ്ഥാനം. അതിലുള്ള പ്രതിഷേധമായാണ് സുധാകരൻ തുറന്ന പ്രസ്താവനകളിലൂടെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നത് എന്ന വികാരം CPM നേതൃനിരകളിലും ശക്തമാണ്. ഇപ്പോൾ തന്റെ സ്വന്തം തട്ടകമായ അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിൽ നിന്ന് ജി സുധാകരനെ പൂർണ്ണമായും ഒഴിവാക്കിയതോടെ പിണറായി വിജയന്റെ വെട്ടിനിരത്തൽ നയമാണ് പുറത്തെത്തിയിരിക്കുന്നതെന്ന ആരോപണമാണ് ശക്തമായി ഉയരുന്നത്. സമ്മേളനവേദിയിൽ സുധാകരൻ വിവാദ പരാമർശങ്ങൾ നടത്താനുള്ള സാധ്യതകൾ മുൻകൂട്ടി കണ്ടാണ് അദ്ദേഹത്തെ ഉദ്ഘാടന സമ്മേളനത്തിലും പൊതുസമ്മേളനത്തിലും പങ്കെടുപ്പിക്കേണ്ടതില്ല എന്ന് നേതൃത്വം തീരുമാനിച്ചു. നിലവിൽ ജില്ലാ കമ്മിറ്റിയിൽ പ്രത്യേക ക്ഷണിതാവാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ സമ്മേളനം നടക്കുമ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കേണ്ടതുമാണ്. പരസ്യമായി അദ്ദേഹത്തെ ഈ വിധത്തിൽ അവഗണിച്ചത് അടിത്തട്ടിലെ പാർട്ടി പ്രവർത്തകരെ അടക്കം ഞെട്ടിച്ചിട്ടുണ്ട്. ഈ സമ്മേളനത്തോടെ ജില്ലാ കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവ് പദവിയും അദ്ദേഹത്തിന് നഷ്ടമാകും. ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ പാർട്ടി സമ്മേളനങ്ങൾ വിഭാഗീയ നീക്കങ്ങളാൽ കലുഷിതമായി മാറിയിരിക്കുകയാണ്. സംസ്ഥാന കമ്മിറ്റി നേതാക്കളെ അടക്കം അണികൾ പൂട്ടിയിട്ട അവസ്ഥയുമുണ്ടായി. പാർട്ടിയെ അടിമുടി നവീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ജി സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാവിന് പോലും അപ്രഖ്യാപിത വിലക്കുകൾ നേരിടേണ്ടി വരുന്നത്. ഔദ്യോഗിക പക്ഷത്തിന്റെ ഈ വിധം നീക്കങ്ങൾ വരാനിരിക്കുന്ന മറ്റു സമ്മേളനങ്ങളിലും പൊട്ടിത്തെറികൾ സൃഷ്ടിക്കുമെന്നത് ഉറപ്പാണ്.